പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വലതുരുന്ന് പറയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ സമയത്ത് നമ്മളൊരു ജീവിത അനുഭവം കേൾക്കുകയാണ്. നീ യേശുവിൻ്റെ സ്നേഹം യുവത്വത്തിൻ്റെ നാളുകളിൽ തന്നെ കണ്ടുമുട്ടി ഈശോയുടെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വന്ന സ്നേഹ തോമസ് മാനന്തവാടി രൂപതയിലെ തെനേരി ഇടവംഗമാണ്. ഇപ്പോൾ ACCക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ ക്രിസ്തു സ്നേഹത്തും ഒരു ലഹരിയായി ആത്മാവിൽ നിറഞ്ഞ് അവന് വേണ്ടി ജ്വലിക്കുവാൻ ഈശോ യുവത്വത്തിലെ തിരഞ്ഞെടുത്ത ഒരു കൊച്ചു സഹോദരിയാണ് കർത്താവ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. രണ്ട് കരങ്ങളും അടിച്ച് വലിയ സന്തോഷത്തോടെ നമുക്ക് ഈ വചനവേദിയിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്യാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ആദ്യമായിട്ട് ഇത്രയും പേരുടെ മുന്നിൽ മൈക്കൊക്കെ പിടിച്ച് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി നിൽക്കുന്നത് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ ഈശോയോട് പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. ഈശോയെ, നിന്നെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവരുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നേക്കുന്നത്. എനിക്കിവിടെ എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നിനക്കാ നാണക്കേട്, എല്ലാം നീ നോക്കിക്കോണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഈശോയുടെ സ്നേഹം ഞാൻ എങ്ങനെ അനുഭവിക്കുന്നുവെന്നും എൻ്റെ ഈശോയെ ഞാൻ എങ്ങനെ സ്നേഹിക്കുന്നുവെന്നും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പണ്ട് ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് പള്ളിയിൽ പോകും, പിന്നെ പ്രാർത്ഥിക്കേണ്ടതുകൊണ്ട് പ്രാർത്ഥിക്കും. കുഞ്ഞിലെ തൊട്ട് എന്നും പള്ളിയിലൊക്കെ പോകുമായിരുന്നു. പപ്പയും അമ്മയും പോകുമ്പോൾ അവരുടെ കൂടെ പോകും. അവർ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഈ ധ്യാനത്തിനൊന്നും പോകാനും ഇങ്ങനെ സ്തുതിക്കാനും ഉറക്കെ പ്രാർത്ഥിക്കാനൊന്നും എനിക്കിഷ്ടമല്ലായിരുന്നു. ഉറക്കെയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴത്തേനും ഞാൻ ഓർക്കും, എന്തിനീ ഉറക്കെയൊക്കെ പ്രാർത്ഥിക്കുന്നത്? പയ്യെ പ്രാർത്ഥിച്ച ദൈവം കേൾക്കത്തില്ലേ? പയ്യെ പ്രാർത്ഥിച്ചാൽ പോരെ. അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു. കൈ ഉയർത്തി പ്രാർത്ഥിക്കാനൊക്കെ ഇച്ചിരി ഇങ്ങനെ മടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു സാധാരണ ഒരു കൊച്ചായിരുന്നു ഞാൻ. അങ്ങനെയൊക്കെ ജീവിച്ചുകൊണ്ടിരുന്ന കാലത്താണ് കൊറോണ വന്ന് ഈ പള്ളിയൊക്കെ അങ്ങ് അടച്ചു പോയപ്പോഴാണ് ഞാൻ ഈ വിശുദ്ധ കുർബാനയുടെ ഒരു വില അങ്ങ് മനസ്സിലാക്കുന്നത്. എന്നും ഒരു റൂട്ടീൻ്റെ ഭാഗമായിട്ട് ഞാൻ പൊയ്ക്കൊണ്ടിരുന്ന കുർബാന, അതെനിക്ക് അതിൻ്റെ ഒരു വില ആ ഒരു സമയത്ത് മനസ്സിലായി. നഷ്ടമായ സമയത്ത് എനിക്കതിൻ്റെ ഒരു വില മനസ്സിലായി കേട്ടോ. പിന്നെ പള്ളികളൊക്കെ റീഓപ്പൺ ചെയ്യുന്ന ഒരു സമയത്ത് ഞാൻ ഒത്തിരി ആഗ്രഹത്തോടെ ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി, വിശുദ്ധ കുർബാനയെ സംബന്ധിക്കാൻ വേണ്ടി ഒത്തിരി ആഗ്രഹത്തോടെ കൊതിയോടെ ഇങ്ങനെ പോകാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് +2 ഒക്കെ കഴിഞ്ഞ് ഞാൻ ഹോസ്റ്റലിലേക്ക് മാറുന്ന സമയത്താണ് പിന്നെ അവിടെ വേറൊരു മാറ്റം ഉണ്ടാകുന്നത്. ഈ പള്ളിയിൽ പോകണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ ഈശോയോട് പറഞ്ഞായിരുന്നു, ഈശോ ഈ ഹോസ്റ്റലിൽ പോകുന്ന സമയത്ത് എനിക്ക് ഈ ഹോസ്റ്റലിൻ്റെ അടുത്ത് ഒരു പള്ളി ഈശോ കണ്ടുപിടിച്ച് തരണേ, അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നേ. അപ്പോൾ ഈശോ എനിക്ക് ഹോസ്റ്റലിൻ്റെ അടുത്തൊരു പള്ളിയാക്കി തന്നായിരുന്നു. അടുത്തെന്ന് പറയുമ്പോൾ ഭയങ്കര അടുത്ത്. അപ്പോൾ ഈ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് ഒരു ഭയങ്കര വിഷമമായിരുന്നേ. അപ്പോൾ ഞാൻ ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന വിഷമം ഉള്ളതുകൊണ്ടും പിന്നെ അവിടെ ചെന്നപ്പോൾ എനിക്ക് അങ്ങനെ ഫ്രണ്ട്സൊന്നും വേഗം ആയില്ലായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ് ആവാത്തതുകൊണ്ടും പിന്നെ സംസാരിക്കാൻ ആരുമില്ല, അങ്ങനെ കൂട്ടിനാരും ഇല്ലാത്തൊരു വിഷമവും വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന വിഷമവും എല്ലാം കൂടെ ഞാനിങ്ങനെ ഈ പള്ളിയിൽ പോയിട്ട് ഈ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ അങ്ങോട്ട് പ്രാർത്ഥിച്ചങ്ങ് തീർക്കുമായിരുന്നേ. അപ്പോൾ നമ്മൾ ഈ വിഷമിച്ച് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴത്തേനും ഈ പ്രാർത്ഥനയ്ക്ക് ഈ പാട്ടുകൾക്കൊക്കെ ഒത്തിരി ഫീലാണ്, ഭയങ്കര ഫീലാണ്. അപ്പോൾ ഞാനിങ്ങനെ ഫീൽ ചെയ്ത് ഇങ്ങനെ ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യായിരുന്നേ. പിന്നെ ഈ കൂട്ടുകാരൊന്നും ഇല്ലാത്തതുകൊണ്ട് സംസാരിക്കാനും എൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ഞാനിങ്ങനെ പയ്യെ എൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ഈശോയോട് തുടങ്ങി. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറയും, നടക്കുന്ന വഴി കൂടെയും ഇരിക്കുന്ന വഴി കൂടെയും ഇങ്ങനെ പയ്യെ ഈശോയോട് സംസാരിക്കാൻ തുടങ്ങി. കാരണം എന്തെങ്കിലും പറയണമെങ്കിൽ ആരുമില്ല, വീട്ടിലോട്ടാണെങ്കിൽ പോകണമെന്ന് തോന്നുന്നുണ്ട്, അത് പറ്റുന്നുമില്ല. ആകെപ്പാടെ ഒരു വിഷമം പിടിച്ച അവസ്ഥ. അങ്ങനെ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന വഴി കൂടെ ഹോസ്റ്റലിലേക്ക് വീട്ടിലേക്ക് ക്ലാസ്സിലേക്ക് പോകുമ്പോഴും ഒക്കെ ഇങ്ങനെ ഈശോയോട് ഇങ്ങനെ സംസാരിച്ച് നടക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഇച്ചിരി ലേശം പാട്ട് പാടും. അപ്പം ഞാനിങ്ങനെ പാട്ട് പാടി ഈശോയോട് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓരോ പാട്ടിലൂടെ എൻ്റെ ഓരോ കാര്യങ്ങളും ഞാനിങ്ങനെ ഈശോയോട് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഈശോയോട് പറയുമ്പോഴത്തേനും, എല്ലാ കാര്യവും ഇങ്ങനെ ഈശോയോട് കൂടെ ചെയ്യുമ്പോഴത്തേനും എല്ലാം ഒത്തിരി ഈസിയാണ്. എല്ലാം ഭയങ്കര കുറച്ചും കൂടെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ എനിക്ക് സാധിക്കും. അങ്ങനെ ഞാനിപ്പോൾ ഈശോയോട് കൂടെ എല്ലാം ചെയ്യുമ്പോഴത്തേനും ഒരു കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ എനിക്കിപ്പോൾ ചായക്ക് മധുരമില്ലെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ ആരോടും കംപ്ലൈൻ്റ് ഒന്നും പറയത്തില്ല. ഞാൻ പറയും, ഈശോ ഈ ചായക്ക് മധുരമില്ലല്ലോ, എന്താ ഈ ചായക്ക് മധുരമില്ലാത്ത ചായ ആണല്ലോ, അങ്ങനെയൊക്കെ പറയും. ഞാൻ വേറെ ആരോടും അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും പറയത്തില്ല. അങ്ങനെ ഞാനും ഈശോയും അങ്ങനെ ഭയങ്കര കൂട്ടൊക്കെ കൂടി അങ്ങനെ ഈശോ ആയിട്ട് ആരും ഇല്ലാതിരുന്ന സമയത്ത് അങ്ങനെ ഈശോ ആയിട്ട് ഭയങ്കര കൂട്ടായി. വെളിപാടിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും. ആ ഒരു കാലഘട്ടത്തിലാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഈശോ എപ്പോഴും നമ്മുടെ വാതിലിൽ ഇങ്ങനെ മുട്ടുന്നുണ്ട്. നമ്മൾ ഈ ലോകത്തിലേക്കുള്ള വാതിൽ നമ്മളിങ്ങനെ തുറന്നിട്ടിരിക്കുന്നത് കൊണ്ടാണ്
നമ്മുടെ കൂടെയുള്ള ഈശോയുടെ ആ ഒരു സാന്നിധ്യം, ആ ഒരു സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. ഞാൻ ഒറ്റയ്ക്കായപ്പോൾ ഈശോ മാത്രമേ ഉള്ളൂ, പിന്നെ സംസാരിക്കാൻ വേറെ ആരുമില്ല, ആശ്രയിക്കാൻ വേറെ ആരുമില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഈശോയുടെ അടുത്തേക്ക് തിരിഞ്ഞപ്പോഴത്തേനും ഈശോ എൻ്റെ വാതിലെ മുട്ടി. ഞാൻ ആ വാതിലങ്ങ് തുറന്നപ്പോഴത്തേനും ഈശോ എൻ്റെ അടുത്തേക്ക് വന്നു. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും. അങ്ങനെ ഈശോ എപ്പോഴും കൂടെ ഉണ്ടെന്നുള്ള കാര്യം എനിക്കിങ്ങനെ മനസ്സിലായേ. പിന്നെ ഈശോ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച കാലത്ത് നമുക്ക് ജീവിക്കാൻ ഉള്ള ഒരു മാതൃക തന്നിട്ടാട്ടോ പോയേ. അപ്പോൾ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ ശിഷ്യന്മാർക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്നതാണ് ആ അധ്യായത്തിൽ കാണുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് എണ്ണി നോക്കിയപ്പോഴത്തേനും 30-ലധികം പ്രാവശ്യം ഈശോ പിതാവായ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. 30-ലധികം, ഒരു അധ്യായത്തിൽ 30-ലധികം പ്രാവശ്യം ഈശോ അപ്പാ 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളും അങ്ങനെ ഈശോയെ എപ്പോഴും വിളിക്കാനും ഒരു ദൈവത്തിൻ്റെ സ്മരണയിലായിരിക്കാൻ വേണ്ടിയിട്ടും ഈശോ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് വന്നൊരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫുള്ളായിട്ട് പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് എന്നെ തന്നെ സറണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു സമയത്ത് പഠിച്ചേ. നമ്മളെല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് വിട്ടുകൊടുക്കുമ്പോഴത്തേനും ഈശോ നമ്മുടെ കൂടെ ചെയ്യുമല്ലോ. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളും സഹായിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ ഈശോയാണല്ലോ ഉള്ളത്. അപ്പം നമുക്ക് എല്ലാ കാര്യത്തിനും മുഴുവൻ ടെൻഷനില്ല, പകുതി ടെൻഷനേ ഉള്ളേ. പിന്നെ ഈശോയുടെ കൂടെ നമ്മളിങ്ങനെ അടുത്ത് ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോഴത്തേനും കൊച്ചു കൊച്ചു സഹനങ്ങളൊക്കെ ഈശോ ഇങ്ങനെ തരും. നമ്മൾ ഇട്ടേച്ച് പോവോ, ഈശോയുടെ കൂടെ എപ്പോഴും നിൽക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഈശോ തരുന്ന സഹനങ്ങളാട്ടോ. ഈ ഒരു പാട്ട് കേട്ടിട്ടില്ലേ? മുൾമുടിയണിഞ്ഞു കൊണ്ടീശോ മുഖത്തൊരു മുത്തം നൽകി, മുള്ളുകളിൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി, സ്നേഹത്തോടേകിയ മുത്തം വേദനയായി മാറിയപ്പോൾ ആ വേദനയ്ക്കൊരു പേരു നൽകി ഞാൻ. അതിൻ പേരല്ലോ സഹനം, അതിൻ പേരല്ലോ സഹനം. മുൾമുടി അണിഞ്ഞുകൊണ്ട് ഈശോ നമുക്കൊരു ഉമ്മ തരാൻ വേണ്ടി നോക്കുമ്പോഴത്തേനും ആ മുൾമുടി ചെറുതായിട്ട് മുള്ളു പോർന്നതാണ് സഹനം. മുൾമുടി ആരാ വെച്ചു കൊടുത്തേ? നമ്മളല്ലേ ഈശോയ്ക്ക് മുൾമുടി വെച്ചു കൊടുത്തേ. ഈശോയ്ക്ക് നമുക്ക് എല്ലാം സറണ്ടർ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഓരോ കുഞ്ഞു കാര്യങ്ങളിലും ഈശോ ഭയങ്കര ശ്രദ്ധാലുവാണ് കേട്ടോ. നമ്മുടെ തലമുടിയെ കൊഴിയുന്നത് പോലും അതിൽ പോലും ശ്രദ്ധയുള്ള ഈശോ, അതൊക്കെ അറിയുന്ന ഈശോ, നമ്മുടെ എല്ലാ അലച്ചിലുകളും എണ്ണുന്ന ഈശോ, നമ്മുടെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിക്കുന്ന ഈശോ, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ എല്ലാ കാര്യങ്ങളും ഈശോയിലേക്ക് ഇങ്ങനെ സമർപ്പിച്ചു കൊടുക്കുമ്പോഴത്തേനും എൻ്റെ ഈശോയെ, എൻ്റെ കർത്താവെ നീ അങ്ങ് നടത്ത്, ഒന്നും അറിയാത്ത പോലെ ഇങ്ങ് കൈ പിടിച്ചിട്ട് എൻ്റെ കർത്താവെ നീ അങ്ങ് നടത്ത്, അങ്ങനെ പറയുമ്പോഴത്തേനും ഭയങ്കര ഒരു സമാധാനം കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോഴത്തേനും ഈശോയുടെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇങ്ങനെ നിറയുവേ. പിന്നെ ഇങ്ങനെ ഈശോയെ അനുഭവിക്കാൻ പറ്റുന്നില്ല, ഈശോ എൻ്റെ അടുത്തുണ്ടോ, അങ്ങനെയൊക്കെ ഈശോയിലുള്ള സ്നേഹം കുറഞ്ഞു പോയോ, ഈശോ ഇങ്ങനെ ശ്രദ്ധിക്കാതെ ആയോ, അങ്ങനെയൊക്കെ തോന്നുമ്പോഴത്തേനും ഞാനൊരു സുഹൃദേവം ചെല്ലുവേ. നല്ലൊരു സുഹൃദേവ പറഞ്ഞു തരാവേ. എൻ്റെ ഈശോയെ, എൻ്റെ ജീവനേക്കാളും ഈ ലോകത്തേക്കാളും ഉപരിയായി ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. കണ്ണടച്ചിങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും മൊത്തമായിട്ട് വിട്ടുകൊടുത്തല്ലോ, ഒരു കൊച്ചിനെ പോലെ. എൻ്റെ കയ്യിലൊന്നുമില്ല തമ്പുരാനെ, എനിക്കുള്ളതെല്ലാം നിനക്ക് തന്നേക്കുക, എല്ലാം നീ അങ്ങ് ഏറ്റെടുത്ത് നടത്തിക്കോണേ. അങ്ങനെ അത്രയും വിട്ടുകൊടുക്കുമ്പോഴത്തേനും ബാക്കി എല്ലാ കാര്യങ്ങളും ഈശോ ഏറ്റെടുക്കും കേട്ടോ. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഈശോ ഇത്ര ആഴത്തിലറിയാൻ വേണ്ടിയിട്ടും ഇത്ര സ്നേഹിക്കാൻ വേണ്ടിയിട്ടും എന്നെ സഹായിച്ച മൂന്നാമത്തെ കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് വേറൊന്നുമല്ല, വിശുദ്ധ കുർബാന. ദൈവത്തിനും മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണല്ലോ വിശുദ്ധ കുർബാന. എൻ്റെ ഈശോയെ ഞാൻ സ്നേഹിക്കുന്നതും അടുത്തറിയുന്നതും മനസ്സിലാക്കുന്നതും അനുഭവിക്കുന്നതും വിശുദ്ധ കുർബാനയിലൂടെയാണ്. അമ്മ ത്രേസ്യ ഒരു ദിവസം ഇങ്ങനെ മുറിയിലിരിക്കുമ്പോൾ ദൈവസ്നേഹം കൊണ്ട് ഇങ്ങനെ ചങ്ക് പൊട്ടുക. അപ്പോൾ അമ്മ ത്രേസ്യ ഈശോയോട് ചോദിച്ചു, എൻ്റെ ഈശോയെ ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പോൾ ഈശോ അമ്മ ത്രേസ്യയോട് പറഞ്ഞു, നീ പോയിട്ടൊരു വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുക. എൻ്റെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ കൂട്ടായിരിക്കാൻ വേണ്ടിയിട്ട് ഈശോ സ്വന്തം മുറിച്ച് തരുന്ന കൂദാശയാണല്ലോ വിശുദ്ധ കുർബാന.
വില കൊടുത്ത് നമുക്ക് ഓരോ വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കാവേ. നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടി എടുത്തു വെക്കുന്ന ഓരോ സ്റ്റെപ്പിനും വലിയ വിലയുണ്ട്. അതിനൊക്കെ സ്വർഗം വില കൽപ്പിക്കുന്നുണ്ട്. ത്യാഗങ്ങളൊക്കെ സഹിച്ച് ഒരു ദിവസം പോലും വിശുദ്ധ കുർബാനയിൽ മുടങ്ങാതെ സംബന്ധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാവേ. സ്വർഗം മുഴുവൻ മാതാവും മാലാഖമാരും സകല വിശുദ്ധരും അണിനിരക്കുന്ന ആ അൾത്താരയിൽ വന്ന് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ സാധിക്കുക, അവിടെ ചെന്നൊന്ന് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ. മനുഷ്യൻ്റെ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ മീറ്റ് ചെയ്തില്ലെങ്കിലും അവരുടെ സ്നേഹത്തിനൊക്കെ കുറവ് സംഭവിക്കും. ഏത് മനുഷ്യനാണെങ്കിലും അങ്ങനെയാണ്. പക്ഷേ ഈശോയുടെ സ്നേഹത്തിന് ഒരു എക്സ്പെക്റ്റേഷനും ഇല്ല കേട്ടോ. ഈശോ അങ്ങനെ സ്നേഹിക്കണമെന്നോ ഇങ്ങനെ ചെയ്യണമെന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല. ഈശോയുടെ സ്നേഹം അതിരുകളില്ലാത്ത സ്നേഹം. അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന ദൈവം, കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മളെ കാത്ത് സംരക്ഷിക്കുന്ന ദൈവം, ഉള്ളം കയ്യിൽ നമ്മളെ കൊണ്ട് നടക്കുന്ന പൊന്നു തമ്പുരാൻ. കണ്ണിൻ മണി പോൽ എന്നെ കരുതും, ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമേകും യേശുവേ. 7 കൂദാശകളിൽ 6 പാപമോചനവും ദൈവിക ജീവനും തരുമ്പോൾ വിശുദ്ധ കുർബാന എന്ന കൂദാശയിലൂടെ ഈശോയെ തന്നെ മുറിച്ചു തരുക. ദൈവം മനുഷ്യന് ഭക്ഷണമായി മാറുന്ന കൂദാശയാണല്ലോ വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയിലെ ഓരോ പ്രാർത്ഥനകളിലും ഇറ്റിറ്റ് വീഴുന്നത് ഈശോയുടെ സ്നേഹമാണ്. ഓരോ പ്രാർത്ഥനയും അർത്ഥമറിഞ്ഞ് കൂടിക്കഴിഞ്ഞാൽ കൂടുന്ന സമയത്ത് അനുഭവിക്കാൻ പറ്റുന്നത് പോലെ ഈശോയുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്ന വേറൊരു സമയമില്ല കേട്ടോ. ഈശോയുടെ സ്നേഹത്തിന് ഒരു മാനദണ്ഡങ്ങളും ഇല്ല. പാപിയാണോ? സാരമില്ല, 100 എണ്ണം ഉള്ളതിൽ നഷ്ടപ്പെട്ട ഒരെണ്ണത്തിന് തേടി വരുന്നതാണ് നമ്മുടെ തമ്പുരാൻ. കുറവുകളൊക്കെ ഉണ്ടോ? സാരമില്ല, നമ്മുടെ എല്ലാ കുറവുകളെയും നിറവുകളാക്കി മാറ്റുന്നവനാണ് നമ്മുടെ പൊന്നു തമ്പുരാൻ. ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാൻ ശ്രമിച്ചിട്ടും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലേ, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലേ? സാരമില്ല, ഹൃദയങ്ങളെ അറിയുന്നവനാണ് നമ്മുടെ പൊന്നു തമ്പുരാൻ. ഇനി ജീവിതം മൊത്തം നാശമായോ, എല്ലാം ഒരു ഹോപ്പും ഇല്ലാതെ എല്ലാം നശിച്ചിരിക്കുവാണോ? സാരമില്ല, ഈ അൾത്താരയിൽ ഇരിക്കുന്ന ഈ കുഞ്ഞപ്പത്തിനുണ്ടല്ലോ എല്ലാത്തിനോളം ഉത്തരവുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: വിളിക്കും മുമ്പേ ഞാൻ അവൻ ഉത്തരമരുളും, പ്രാർത്ഥിച്ച് തീരും മുമ്പേ അത് ഞാൻ കേൾക്കും. വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞാൻ അത് കേൾക്കും. എന്നോടുള്ള സ്നേഹത്തെ പ്രതി എൻ്റെ ശാപങ്ങളും എൻ്റെ പാപങ്ങളും എല്ലാം ഏറ്റെടുത്ത് എൻ്റെ പൊന്നു തമ്പുരാൻ. ദൈവമായിരുന്നിട്ട് പോലും ഈ ഡാനിയലച്ചനൊക്കെ പറയുന്ന പോലെ സർവാധിപൻ, സർവശക്തൻ, തുനതനായ ദൈവമായിരുന്നിട്ട് പോലും സ്വർഗം പൊട്ടിച്ച് എനിക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന എൻ്റെ പൊന്നു തമ്പുരാൻ. ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അങ്ങേയറ്റം സഹിച്ച് അടിയും തുപ്പും എല്ലാം കൊണ്ടും അവസാനത്തുള്ളി രക്തം പോലും എനിക്ക് വേണ്ടി ഒഴുക്കിയ എൻ്റെ പൊന്നു തമ്പുരാൻ. നിയമാവർത്തനം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നമ്മുടെ പൊന്നു തമ്പുരാൻ നമ്മളെ അന്വേഷിച്ച്, പാപികളായ വെറും പൊടിക്ക് സമാനമായ നമ്മളെ അന്വേഷിച്ചിട്ട് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരുക. ഈ ഒരു സ്നേഹത്തിന് പകരം കൊടുക്കാൻ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളേ? തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ, ജീവനേ സ്നേഹമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ
ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള ഒരു സ്നേഹബന്ധമാണ്, ഒരു ലവ് റിലേഷൻഷിപ്പ്, ഈശോയായിട്ടുള്ള ഒരു സ്നേഹബന്ധം. വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ സ്വീകരിച്ച് ഈശോയുടെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ഇങ്ങനെ നിറയ്ക്കാവേ, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നിറച്ച് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാവേ. ഈശോയുടെ സ്നേഹം കൊണ്ട് ഈ ലോകം മുഴുവൻ നമുക്ക് നേടാവേ. സ്ലീഹന്മാരിലും രക്തസാക്ഷികളിലും വിശുദ്ധരിലും ഒക്കെ കത്തിയെരിഞ്ഞുകൊണ്ടിരുന്ന ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലും നിറയ്ക്കാവേ. അങ്ങനെ ഈ ലോകം മുഴുവൻ നമുക്ക് നേടാവേ. ആദിമ ക്രൈസ്തവ സഭാ സമൂഹത്തിലുണ്ടായിരുന്നത് പോലെ, അല്ലെങ്കിൽ അതിലും അധികമായിട്ട് ഇനി വരുന്ന ഈ ഒരു ഞെരുക്കത്തിൻ്റെ കാലത്ത് അതിലും അധികം തീക്ഷ്ണതയുള്ള ഈശോയുടെ സ്നേഹത്താൽ കത്തിയെരിയുന്ന ഒത്തിരി ആത്മാക്കൾ, വിശുദ്ധരായ ആത്മാക്കൾ ഇനി നമ്മുടെ ഇടയിൽ നിന്നും ഉണ്ടായി വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ ഒരു വെല്ലുവിളി ഉയർത്തിയിട്ടാണ് സ്നേഹ കടന്നു പോയിരിക്കുന്നത്. അവൾ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിൻ്റെ സ്നേഹം, ഒരു കുഞ്ഞാത്മാവിലേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം, ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി, അവനുമായിട്ടുള്ള സൗഹൃദം, ഒരു നല്ല ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ ഈശോയുമായിട്ട് ചേർന്ന് ജീവിച്ചപ്പോൾ ഉന്നതമായ ആത്മീയ കാഴ്ചപ്പാടുകൾ അവിടെ ആത്മാവിൽ രൂപപ്പെടുത്തി അവൾ നമ്മളുമായിട്ട് പങ്കുവച്ചു. നമുക്ക് ഏറെ സ്നേഹത്തോടെ സ്നേഹയെ കർത്താവിൻ്റെ കരങ്ങളിലൊന്ന് സമർപ്പിക്കാം. ഈ കാലഘട്ടങ്ങളിൽ ഇതുമായിലെ അനേക യുവജനങ്ങൾ മാത്രമല്ല, പ്രായമായവരും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വരണം. ദിവ്യകാരുണ്യം എന്ന് കേൾക്കുമ്പോൾ അതൊരു അനുഭവം, അതിലുപരി ഒരു വികാരമായി അവൾ അത് അനുഭവിച്ചറിഞ്ഞത് പങ്കുവെക്കുന്ന ഇത്ര തീഷ്ണതയോടുകൂടിയാണെങ്കിൽ വ്യക്തി ജീവിതത്തിൽ അനുഭവിച്ചത് അതിനും എത്രയോ ഉയരങ്ങളിലാണ്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കണ്ണുകളൊന്ന് അടയ്ക്കാം, ഇടതുകരം നെഞ്ചോടൊന്ന് ചേർക്കാം, വലതുകരം കർത്താവിൻ്റെ സന്നിധിയിലേക്കൊന്ന് ഉയർത്താം. ഈ കാലഘട്ടങ്ങളിൽ ഇതുപോലെയുള്ള യുവത്വങ്ങൾ വളർന്നു വരണം. യേശുവിന് സാക്ഷിയായി അവനുമായിട്ടുള്ള സൗഹൃദം. ഈ ലോകമോഹങ്ങൾ യുവത്വത്തെ മാടി വിളിക്കുമ്പോൾ സഭാപ്രഭുസംഘൻ പറയുന്നത് പോലെ ഒന്നിലും സന്തോഷം കണ്ടെത്താൻ പറ്റാത്ത ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കുന്നതിന് മുമ്പ് നിന്റെ യൗവനത്തിൽ നീ നിന്റെ കർത്താവിനെ കണ്ടെത്തുക. നിന്റെ യൗവനത്തിൽ തന്നെ കർത്താവിനെ കണ്ടെത്തിയ ഒരു പൈതലായി ദൈവവളെ മാറ്റിയെങ്കിൽ വരും കാലഘട്ടങ്ങളിൽ കർത്താവിന് വേണ്ടിയുള്ള ശക്തമായൊരു ഉപകരണമായി തീരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായൊരു അഭിഷേകം ആ കുഞ്ഞു ജീവിതത്തിൻ്റെ മേൽ പരിവർത്തിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ജീവിതത്തിനൊരു മാറ്റത്തിലേക്ക് കൊണ്ടുവരട്ടെ. ഈശോയുമായിട്ടുള്ള ആഴമേറിയൊരു സ്നേഹബന്ധത്തിലേക്ക് നമ്മുടെ വർഷങ്ങൾ എത്രയോ കടന്നുപോയി. നാം എത്രയോ പ്രായമായ വ്യക്തികളായി, എത്രയോ വർഷമായി നമ്മൾ ദിവ്യബലി സംബന്ധിക്കുന്നവരാണ്, യേശുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. എങ്കിലും ഇതുപോലൊരു ഹൃദയബന്ധം, ഇതുപോലും നാഥനുമായിട്ടൊരു ബന്ധം, ആ ബന്ധത്തിലേക്ക് എനിക്ക് വളരാൻ പറ്റിയില്ലല്ലോ. ഈ നോമ്പിന്റെ ദിനങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ അനുതാപത്തോടെ കരമുയർത്തുക. എനിക്ക് വേണ്ടി കുരിശിൽ പിടഞ്ഞവനെ, അവൻ്റെ ചങ്കും കരളും എനിക്ക് ഭക്ഷിക്കുവാൻ തന്നവനെ, അവൻ്റെ രക്തം പാനം ചെയ്തിട്ട് എത്രയോ വർഷങ്ങളായി. ദൈവമേ, എൻ്റെ ജീവിതം ഇനിയും ഒരു മാറ്റമില്ലല്ലോ, എൻ്റെ ജീവിതത്തിലും ആഴപ്പെട്ട ഒരു അനുഭവമില്ലല്ലോ, ഒരു ആത്മീയ മന്ദത എന്നെ കീഴടക്കുകയാണല്ലോ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ചൂട് എനിക്ക് അന്യമാണല്ലോ. എനിക്കൊരു മടങ്ങി വരവ് ആവശ്യമുണ്ട് കർത്താവേ. നിന്റെ സ്നേഹത്തിലേക്ക് എന്നെ തിരികെ കൊണ്ടുവരണമേ, എൻ്റെ സ്നേഹത്തിലേക്ക് എന്നെ മടങ്ങി കൊണ്ടുവരണമേ. അങ്ങയുടെ സ്നേഹത്തിൽ എന്നെ പുതുക്കണമേ. പുതിയൊരു കൃപ എന്നിലേക്ക് ഒഴുകട്ടെ. അങ്ങയെ തിരിച്ചറിയുവാൻ, അങ്ങ് ആരാണെന്ന് മനസ്സിലാക്കുവാൻ എൻ്റെ ഉള്ളത്തെ നീ തുറക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, എൻ്റെ ഈശോയേ, ആരാധന ഈശോയേ. ഹല്ലേലൂയ. അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? രണ്ട് കരമൊന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് കിടന്നതാമെന്നെ ശരിയല്ലേ പ്രിയരെ? അപ്പൊൻ കരം നീട്ടിപ്പിടിച്ചു. നീ എന്നിൽ എന്ത് യോഗ്യത കണ്ടേ?
രണ്ട് കരം യേശുവിന്റെ സന്നിധിയിൽ ഉയർത്തി മേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? സ്വടന്ന് ചോദിച്ചേ. ഇത്രമേൽ മാനിച്ചിടുവാൻ നീ എന്നിൽ എന്താ കണ്ടു? യോഗ്യത എന്നിൽ കണ്ടുവോ? ഒരൊറ്റ ദൈവത്തിന്റെ സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിന്നെ അവൻ അത്രമാത്രം സ്നേഹിക്കുന്നു. നിന്റെ പാപത്തെക്കാൾ ഉപരിയായി അവിടുന്ന് നിന്നെ സ്നേഹിക്കുന്നു. വറ്റാത്ത ഉറവേ, തേനിലും മധുരമേ, തേനിലും എന്നെ അൻപോട് സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചോദിച്ച് ചേറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകരം നീട്ടിപ്പിടിച്ചു. ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? സമർപ്പിക്കുന്ന ഈശോ, എന്റെ ജീവിതം സറണ്ടർ ചെയ്യുന്നു. ആ സ്നേഹത്തിന്റെ മുമ്പിൽ കരമുയർത്തി ഈശോയെ, കരങ്ങളൊന്ന് ഉയർത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 51:15. കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ, എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ, എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. നമ്മുടെ അധരങ്ങളെ ഈശോയ്ക്കൊന്ന് വിട്ടുകൊടുക്കാം. കർത്താവിന് സ്തുതി പാടുവാൻ, കർത്താവിന് നന്ദി പറയുവാൻ ഈ നിമിഷം കർത്താവ് നമുക്ക് വേണ്ടി അനുവദിക്കുകയാണ്. കർത്താവിനോട് കൂടിയായിരിക്കാം നമുക്ക്. യെശയ്യായുടെ പുസ്തകം 41-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറയാമോ? ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് പറയുകയാണ് ഈ രാത്രിയിൽ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും
സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവമാണ് നമ്മോട് പറയുന്നത്. സർവശക്തനായ ദൈവം, അത്യുന്നതനായ ദൈവം നമ്മോടിപ്പോൾ പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നമുക്കതൊന്ന് വിശ്വസിക്കാം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുമെന്ന് കർത്താവ് നമ്മളോട് പറയുകയാണ്. ഞാൻ നിന്നെ സഹായിക്കുമെന്ന് നമ്മളോട് കർത്താവ് ഈ രാത്രിയിൽ പറയുകയാണ്. ഞാൻ നിന്നെ താങ്ങി നിർത്തുമെന്ന് നമ്മുടെ ദൈവം നമ്മോട് പറയുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, യേശു വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്. അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പാലിക്കുക തന്നെ ചെയ്യും. ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നിന്നോട് കൂടെ ഉണ്ടാകും. ഞാൻ നിന്നെ നയിക്കുമെന്ന് പറഞ്ഞാൽ നിന്നെ നയിക്കും. ഞാൻ നിന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ നിന്നെ രക്ഷിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് കഴിഞ്ഞ നാളുകളിൽ നമ്മളെല്ലാം ഇപ്രകാരം വഴി നടത്തിയതൊന്ന് ഓർത്തു നോക്കാമോ? എത്രമാത്രം വലിയ കാരുണ്യം കൊണ്ട്, സ്നേഹം കൊണ്ട് കർത്താവ് നമ്മളെ പരിപാലിച്ചു. ഇന്നോളം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വഴി നടത്തിയ ഓരോ മേഖലകളും ഓർത്തു നോക്കി ഒന്ന് ഈശോയ്ക്ക് നന്ദി പറയാമോ? ഇന്നോളം നമ്മളെ നയിച്ച ദൈവം, കൂടെ നടന്ന് നയിച്ച ദൈവം, നമ്മളെ കരം പിടിച്ച് താങ്ങിയ ദൈവം. ഹല്ലേലൂയ. ആ സ്നേഹം ഓർത്തൊന്ന് നന്ദി പറയാമോ? എൻ്റെ ആവശ്യങ്ങളിൽ ഇടപെട്ട ദൈവം, പ്രതികൂലങ്ങളുടെ മുമ്പിൽ, പ്രതിസന്ധിയുടെ മുമ്പിൽ അവിടുന്ന് നമ്മുടെ കൂടെ നടന്നില്ലേ, കൂടെ നടന്നില്ലേ? നമ്മൾ തനിച്ചായി പോകാൻ കർത്താവ് അനുവദിച്ചില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തെ നമ്മൾ സ്തുതിക്കുന്നത്, ആ ദൈവത്തോട് കൂടിയാണ് നമ്മൾ ആയിരിക്കുന്നത്, ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ അണഞ്ഞിരിക്കുന്നത്. ഈ രാത്രിയിൽ കർത്താവ് നമ്മുടെ കരം പിടിച്ചിട്ടുണ്ട്, നമ്മുടെ കൂടെയുണ്ട് അവിടുന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവിന് നമുക്ക് നന്ദി പറയാം. നമ്മളെ സഹായിച്ചതിന്, നമ്മളെ താങ്ങിയതിന്, അവിടുത്തെ വലിയ സാന്നിധ്യം കൊണ്ട് നമ്മളെ നിറച്ചതിന് നന്ദി പറഞ്ഞൊന്ന് സ്തുതിക്കാമോ? കരങ്ങൾ രണ്ടും സ്വർഗത്തിലേക്ക് ഉയർത്തി. വലിയ സാന്നിധ്യം കൊണ്ട്, അവിടുത്തെ സംരക്ഷണം കൊണ്ട്, അവിടുന്ന് നമ്മളെ നയിക്കുന്നതിനെ ഓർത്ത്, അവിടുത്തെ മഹനീയ സാന്നിധ്യം നമുക്ക് നൽകുന്നതിനെ ഓർത്ത്, എൻ്റെ കരം ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞൊന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. ഈശോയെ മഹത്വം. എൻ്റെ കൂടെ നടക്കുന്ന ദൈവം, എന്നെ നയിക്കുന്ന ദൈവം, എൻ്റെ കരം പിടിക്കുന്ന ദൈവം, എന്നെ കണ്ണീർ തുടയ്ക്കുന്ന ദൈവം, അവൻ നമുക്ക് സമീപസ്ഥനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ മഹത്വം, മഹത്വം, മഹത്വം. എന്നെ നയിക്കുന്ന ദൈവമേ, എൻ്റെ കൂടെ നടക്കുന്ന ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച്, കരങ്ങളടിച്ച് കൂടെ നടക്കുന്ന ദൈവത്തെ കണ്ടുകൊണ്ട് സന്തോഷത്തോടെ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട്, എൻ്റെ കൂടെ നടക്കുന്ന ദൈവത്തെ കണ്ടുകൊണ്ട് കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഇന്നും എൻ്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. 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 കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അവിടുന്ന് നമ്മുടെ കൂടെ നടക്കുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയിലേക്ക് വിശ്വാസം അർപ്പിക്കുക. അവിടുന്ന് നമ്മുടെ പ്രയാസങ്ങളിൽ, ഇല്ലായ്മകളിൽ, നമ്മുടെ ദുഃഖത്തിലെ കണ്ണുനീരിലെല്ലാം ഈശോ നമ്മുടെ കൂടെയുണ്ട്. 1 മക്കബായർ 2:61 ഇപ്രകാരം പറയുന്നു: തലമുറ തലമുറയായി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരാരും അശക്തരാവുകയില്ല. തലമുറ തലമുറയായി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരാരും അശക്തരാവുകയില്ല എന്ന് ഗ്രഹിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തെ അത്ഭുതകരമായി വഴി നടത്തിയ ദൈവമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി അവിടുന്ന് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഓർത്തു നോക്കിക്കേ, ഇസ്രായേൽ ജനത്തെ നയിച്ച ദൈവം നമ്മളെയും നയിക്കുന്നില്ലേ? നമ്മുടെ കുടുംബത്തെ നയിക്കുന്നില്ലേ? പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി നമ്മൾ നല്ല നയിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് ആരാധിക്കാം. ഓ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈശോയെ നന്ദി പറയുന്നു. ആകാശത്ത് നിന്ന് മന്ന കൊടുത്ത ദൈവമാണ് അവിടുന്ന്. അവർക്ക് കാടപ്പക്ഷികളെ കൊടുത്ത ദൈവമാണ് അവിടുന്ന്. ഓ ദൈവമേ, കരിമ്പാറയിൽ നിന്ന് കുടിക്കാൻ വെള്ളം കൊടുത്ത ദൈവമാണല്ലോ നീ. ഇസ്രായേൽ ജനത്തെ നയിക്കാൻ ചെങ്കടലിൽ വഴിയൊരുക്കിയ ദൈവമാണല്ലോ അവിടുന്ന്. ഓ ദൈവമേ, ഞങ്ങളെങ്ങനെ ആരാധിക്കുന്നു. ആ ദൈവം നമുക്ക് സമീപസ്ഥനാണ്. ആ ദൈവം നമ്മുടെ ആവശ്യങ്ങളിൽ ഇടപെടും. ഓ ദൈവമേ, ആകാശത്തുനിന്ന് മന്ന കൊടുത്തതുപോലെ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് നീ നൽകുന്നുണ്ടല്ലോ. ഓ ദൈവമേ, കരിമ്പാറയിൽ നിന്ന് വെള്ളം കൊടുത്തതുപോലെ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ നീ സഹായിച്ചിട്ടുണ്ടല്ലോ. ഇസ്രായേൽ ജനത്തെ രക്ഷിക്കാൻ ചെങ്കടലിൽ വഴിയൊരുക്കിയതുപോലെ പ്രതികൂലങ്ങളുടെ മുമ്പിൽ
മുമ്പില്, പ്രതിസന്ധിയുടെ മുമ്പില് ഞങ്ങൾക്ക് നീ വഴിയൊരുക്കിയിട്ടുണ്ടല്ലോ. ഓർത്തു നോക്കി ദൈവത്തിന് നന്ദി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് സ്തുതിച്ച് നന്ദി പറയാമോ? വഴിയൊരുക്കിയ ദൈവത്തിന്, ചെങ്കടലിൽ വഴിയൊരുക്കിയ ദൈവത്തിന്, നമുക്ക് മുമ്പിൽ വഴിയൊരുക്കിയ ദൈവത്തിന് നന്ദി പറഞ്ഞ് ആരാധിക്കാം. ഹല്ലേലൂയ. ഓ ദൈവമേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രതിസന്ധിയുടെ മുമ്പില്, പ്രതികൂലങ്ങളുടെ മുമ്പില് ഞങ്ങൾക്കായി വഴിയൊരുക്കിയ ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, നിന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങളടിച്ച്, കരങ്ങളടിച്ച്. അവൻ നല്ലവനല്ലോ, ദയെന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. അവൻ വല്ലഭനല്ലോ, ദയെന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. അവൻ വല്ലഭനല്ലോ, ദയെന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. ജീവിതത്തിൽ ഒരു നാളും സംഭ്രമിക്കില്ല, കർത്താവാണ് എൻ്റെ ദൈവം. വിശ്വസിക്കുക. ജീവിതത്തിൽ ഒരു നാളും സംഭ്രമിക്കില്ല, കർത്താവാണ് എൻ്റെ ദൈവം. അവൻ എന്നെ സഹായിക്കും, ശക്തനാക്കും, വലം കയ്യാൽ താങ്ങി നിർത്തും. അവൻ എന്നെ സഹായിക്കും, ശക്തനാക്കും, വലം കയ്യാൽ താങ്ങി നിർത്തും. ഇന്നും എൻ്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. സന്തോഷത്തോടെ ഇന്നും എൻ്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇന്നും എൻ്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇന്നും എൻ്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഓ ദൈവമേ, നീ ഞങ്ങളുടെ കൂടെ ഉള്ളതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഓ ദൈവമേ, ഇന്നോളം ഞങ്ങളെ നയിച്ച വഴികളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, നീ മാത്രമേ ഞങ്ങളുടെ സങ്കേതം, നീ ഞങ്ങളുടെ കോട്ടയാണ്, നീ ഞങ്ങളുടെ അഭയമാണ്. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നു. ഈശോയെ, നന്ദി പറയുക. എൻ്റെ ആത്മാവേ, കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. സങ്കീർത്തനം 103:2 എൻ്റെ ആത്മാവേ, കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ ജോലി മേഖലകളിൽ കർത്താവ് ചെയ്ത നന്മകൾ, നമ്മുടെ ശുശ്രൂഷ മേഖലകളിൽ, നമ്മുടെ ബിസിനസ് മേഖലകളിൽ, ഓ ദൈവമേ, കർത്താവേ, നീ ചെയ്ത നന്മകൾ ഞങ്ങൾ സ്നേഹത്തോടെ ഓർക്കുന്നു. നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ദൈവത്തിന്റെ പരിപാലനയെ ഓർത്ത്, ഇടപെടലിനെ ഓർത്ത്, വഴി നടത്തലിനെ ഓർത്ത്, ഓ ദൈവമേ, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഓർത്ത് നന്ദി പറയാമോ? കർത്താവ് പരിപാലിച്ച വിധങ്ങളെ ഓർത്ത് നന്ദി പറയാമോ? നമ്മുടെ കുടുംബങ്ങളിൽ ഇടപെട്ട സ്നേഹത്തെ ഓർത്ത് നന്ദി പറയാമോ? ഓ ദൈവമേ, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് സ്തുതിച്ച് കർത്താവിനെ വിളിക്കാമോ? യേശുവേ ഒന്ന് വിളിക്കാമോ? യേശുവേ, എന്നെ വഴി നടത്തിയ ദൈവമേ, രക്ഷകനായ ദൈവമേ, പരിപാലകനായ ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഓ ദൈവമേ, നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, നീ എന്നെ നയിച്ചിരുന്നല്ലോ, നീ എൻ്റെ കരം പിടിച്ചിരുന്നല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓർത്ത് നന്ദി പറയാം, ഓർത്ത് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, മഹത്വം, 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 മഹത്വം. ആരാധന ദൈവമേ, ആരാധന ദൈവമേ. ആരാധന, 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 ആരാധന. നന്ദിയോടെ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ, അവനെ വാഴ്ത്തിടുവിൻ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ, അവനെ വാഴ്ത്തിടുവിൻ. അവൻ നല്ലവനല്ലോ, ദയെന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവൻ. അവൻ നല്ലവനല്ലോ, ദയെന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവൻ. അവൻ നല്ലവനല്ലോ, ദയെന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവൻ. അവൻ നല്ലവനല്ലോ, ദയെന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവൻ. ഹല്ലേലൂയ. ഈശോയെ, മഹത്വം, മഹത്വം. ദൈവമേ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഈശോയെ, മഹത്വപ്പെടുത്തുന്നു. ദൈവമേ, നന്ദി പറയുന്നു.
പറയുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, 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 മഹത്വം. നല്ല ദൈവമേ മഹത്വം, മഹത്വം. ആരാധന ദൈവമേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 31-ാമത്തെ തിരുവചനം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകനെ പോലെ ചിറകടിച്ചുയരും. അവരോടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഓ ദൈവമേ, സ്നേഹത്തോടെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ ഇതാ സമർപ്പിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. ഈ വചനം നമുക്കൊന്ന് ഹൃദയത്തിൽ സ്വീകരിക്കാം. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മുടെ ശക്തി ചോർന്ന ഒരു അവസ്ഥയിലായിരിക്കാം, ബലഹീനമായ ഒരു അവസ്ഥയിലായിരിക്കാം. എന്നാൽ കർത്താവ് ഇപ്പോൾ നമ്മളോട് പറയുകയാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. തളർന്നവന് ബലം നൽകുന്ന, ദുർബലന് ശക്തി പകരുന്ന നല്ല ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മളായിരിക്കുന്നത്. ഓ ദൈവമേ, നീ എന്നെ ഒന്ന് ഏറ്റെടുക്കണമേ. ഈശോയോട് നമുക്ക് പറയാം, കണ്ണുകൾ അടച്ചൊരു നിമിഷം ഈശോയുടെ മുമ്പിലേക്ക് നമ്മുടെ എല്ലാ ബലഹീനതകളും പോരായ്മകളും ദുഃഖങ്ങളും സങ്കടങ്ങളെല്ലാം ഈശോയുടെ മുമ്പിലേക്ക് കൊടുക്കാം. തളർന്നവന് ബലം നൽകുന്ന ദൈവമാവിടുന്ന്, കാണാതെ പോയതിനെ അന്വേഷിക്കുന്ന ദൈവമാവിടുന്ന്, വഴിതെറ്റിപ്പോയതിനെ തിരികെ കൊണ്ടുവരുന്ന ദൈവമാവിടുന്ന്, മുറിവേറ്റതിനെ വെച്ച് കിട്ടുന്ന സ്നേഹമാണ് അവിടുന്ന്, ബലഹീനമായതിനെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണ് അവിടുന്ന്. ഓ ദൈവമേ, അങ്ങിൽ ഞങ്ങൾ ആശ്രയം അർപ്പിക്കുന്ന ഈശോ. നീ ഞങ്ങളുടെ സങ്കേതമാണ് കർത്താവേ. നീ എൻ്റെ കോട്ടയാണ് എൻ്റെ ദൈവമേ. നീ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണമേ ഈശോയെ. ഈശോയെ, എനിക്ക് നിൻ്റെ സഹായം ആവശ്യമുണ്ട്. പോരായ്മകൾ, ദുഃഖങ്ങൾ എല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. നമ്മുടെ കുടുംബത്തിൻ്റെ നമ്മളെ ഭാരപ്പെടുത്തുന്ന എല്ലാ മേഖലകളും ഈശോയ്ക്ക് കൊടുക്കുക. ഞാൻ നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്ന് ഈശോ നമ്മോട് പറയുന്നു. ഈ രാത്രിയിൽ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് ഈശോ നമ്മോട് പറയുന്നുണ്ട്. ഈശോയുടെ സ്വരം നമുക്കൊന്ന് ശ്രവിക്കാം. നമുക്ക് ഈശോയോട് നമുക്ക് ചേർന്നിരിക്കാം. ഈശോയുടെ ആ കരമൊന്നും നമുക്ക് പിടിക്കാം. ആണിപ്പാടുള്ള കരങ്ങൾ നമുക്ക് ചേർത്ത് പിടിക്കാം. അവിടുന്ന് നമ്മൾ തള്ളിക്കളയാത്ത ദൈവമാണ്. ഞാൻ നിൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, ഞാൻ നിൻ്റെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ദൈവം അവിടുന്ന് ഒരു നാടും നമ്മൾ തള്ളി കളയുകയില്ല. ലോകത്തിൽ ആരും നമ്മളെ മനസ്സിലാക്കിയില്ലെങ്കിലും, ആരൊക്കെ നമ്മളെ മറന്നാലും നമ്മളെ മറക്കാത്ത ദൈവമാണ് അവിടുന്ന്. ഓ ദൈവമേ, ഓ സ്നേഹമേ, ഞങ്ങൾ നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവരോടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, നിന്റെ ശക്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം പ്രാർത്ഥിച്ചില്ലേ? സങ്കീർത്തനം 18:1 ദാവീദ് പ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്കും ദാവീദിനെ പോലെ കർത്താവിനോട് പറയാം, കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. നമ്മുടെ ശക്തിയുടെ ഉറവിടം ദൈവമാണ്. നമ്മുടെ സമ്പത്തിൻ്റെ ഉറവിടം ദൈവമാണ്. എല്ലാ ദാനങ്ങളും ദൈവത്തിൻ്റെ ദാനമാണ്. നമുക്കുള്ളതെല്ലാം, എല്ലാ കഴിവുകളും, നമ്മുടെ സമ്പത്തും ആരോഗ്യവും കഴിവുകളും സുഖസൗകര്യങ്ങളും എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ആ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇത്രത്തോളം നമ്മൾ നടത്തിയതിന്, പരിപാലിച്ചതിന് നന്ദി പറഞ്ഞ് ഒരിക്കൽ കൂടി ഒന്ന് കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. ഈശോയെ മഹത്വം, മഹത്വം. എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ പരിപാലിച്ച വിധങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എനിക്ക് മതിയായവനാണ്, നീ എൻ്റെ സങ്കേതമാണ്, നീ എൻ്റെ കോട്ടയാണ് കർത്താവേ. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഓ ദൈവമേ, എന്നെ വീണ്ടും നടത്തണമേ, എന്നെ വീണ്ടും പരിപാലിക്കണമേ. ഹല്ലേലൂയ. അങ്ങോട്ട് കരം പിടിച്ച് മുന്നോട്ട് പോകാൻ കൃപ തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ മഹത്വം, ഈശോയെ ആരാധന. ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ശാന്തമായി നമുക്കിരിക്കാം. ഈശോ നമ്മളെ ചേർത്ത് പിടിക്കുന്നു, ഈശോ നമ്മളെ ആശ്വസിപ്പിക്കുന്നു, ഈശോ നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്നു. ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് ഈശോ പറയുന്നു. ഞാൻ നിന്നെ തള്ളിക്കളയില്ലെന്ന് ഈശോ പറയുന്നു. നീ എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല, ഉപേക്ഷിക്കില്ലെന്ന് ഈശോ പറയുന്നു. ഈശോയോട് നമുക്ക് ചേർന്നിരിക്കാം. ഹല്ലേലൂയ. വലത്തുകരം ഉയർത്തി ഒന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറയാമോ? ഭയപ്പെടേണ്ട, ഈശോ കൂടെയുണ്ടെന്നൊന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ.